വാഴയും കുറച്ച് മരവാഴകളും എന്താന്നല്ലേ? കാണുന്നുണ്ടോ? എങ്ങനെയുണ്ട്? നമ്മുടെ മുസ്ലിം പെൺകുട്ടികളാണെന്ന് വേഷം കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? കാസർഗോട്ടുകാരാണെന്ന് സംസാരങ്ങൾ കണ്ടാലറിയാം. നിങ്ങളെ വിമർശിക്കാനൊന്നും ഞാൻ വരുന്നില്ല, കാരണം വിമർശിച്ചിട്ട് കാര്യമില്ല. പ്രധാനപ്പെട്ട കാരണം പണക്കൊഴുപ്പാണ്. വീട്ടിൽ എന്ത് തോന്നിവാസങ്ങൾക്കും സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് ഒത്താശകൾ ചെയ്യുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ദയവ് ചെയ്ത് ഒറ്റൊരു അപേക്ഷയുള്ളൂ. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രവും നിങ്ങൾ കൈകൾ ഉയർത്തി ചെയ്യുന്ന ആമീനും ഇതൊക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു മുസ്ലിമിൻ്റെ ഷിയാറുകളാണെന്ന ബോധ്യത്തോടുകൂടെ ദീനിനെ അവഹേളിക്കുന്നതിൽ നിന്നെങ്കിലും ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഒന്ന് നിങ്ങൾ മാറിയേക്കൂ. ഒരു വല്ലാത്തൊരു വേദനയോടുകൂടെയാണ് ഈ അപേക്ഷ. നിങ്ങളോട് മാത്രമല്ല, ഈ അടുത്ത സമയത്തായി നിക്കാഹിൻ്റെ പേരിൽ ഉസ്താദുമാരെന്ന് പറയപ്പെടുന്ന ഈ വസ്ത്രം ധരിച്ച്, ഈ വെള്ള വസ്ത്രം ധരിച്ച് തൻ്റെ ഭാര്യയെ വീഡിയോക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് തോന്നിവാസങ്ങൾ കാണിക്കുന്ന ചില ഉസ്താദുമാരോടാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ വസ്ത്രം അത് ദീനിൻ്റെ ഷിയാറാണെന്നൊരു ബോധം പ്രിയപ്പെട്ടവരങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ നിങ്ങളും അള്ളാഹുവുമായിട്ട് അതിൻ്റെ ഇടപാടുകൾ തീർക്കാം. നിങ്ങൾക്ക് അള്ളാഹുവിനോട് ഇത് പൊരുത്തം ചോദിച്ച് മാപ്പ് ചോദിച്ച് നിങ്ങൾക്കതിൽ നിന്ന് മുക്തമാകാം. പക്ഷേ അത് കാരണം കൊണ്ട് ഒരു ദീനിനെയാണ് അവഹേളിക്കുന്നതെങ്കിൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാനുള്ള കാരണങ്ങളിലൊന്നാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദയവ് ചെയ്ത് അത്തരം കാര്യങ്ങളിൽ നിന്ന് ഇസ്ലാമിനാണ് പറയിപ്പിക്കുന്നത് എന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങൾ കുടുംബക്കാരത്തോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കൊത്തോ അല്ലെങ്കിൽ കൂട്ടുകാരികൾക്കൊപ്പമോ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഏത് സിനിമ ടാക്കീസിൽ പോയിട്ട് സിനിമ വേണമെങ്കിലും നോക്കിക്കോ. അതൊന്നും നമ്മൾ സംസാരിക്കാൻ വരുന്നത് നിങ്ങളും അള്ളാഹുമായിട്ട് തീർക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷേ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു വീഡിയോ ആയി കളിയാക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഇന്ന് വരെ ഈ ദീനിനെ കൊണ്ടു നടക്കുന്ന വലിയൊരു നേതൃത്വ നിര അവരുടെ നിഷ്കളങ്കമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ കണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു സമൂഹം, അവർക്ക് മുമ്പിൽ എന്തിനാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഇസ്ലാമിനെ ഇത്രയും അവഹേളിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു ബേജാറ്, വല്ലാത്തൊരു വിഷമം ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ വീഡിയോയിൽ വന്നതാണ്. ഈ വീഡിയോക്ക് താഴെ ഇസ്ലാം അല്ല, മുസ്ലിമും അല്ല, ഇസ്ലാമിനോട് കാഴ്ചപ്പാടും ഇല്ലാതെ കമൻ്റായിട്ട് ചില ആളുകൾ ഇപ്പോൾ വരും. നിങ്ങളോട് പറയാനുള്ളത്, ഇത് ദീനിൻ്റെ വിഷയമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തോന്നിയത് കമൻറ്റ് ചെയ്യാം, പക്ഷേ ഇത് നിങ്ങളോടല്ല എന്നൊരു ബോധ്യത്തോടു കൂടെയാണ്. ഒരു വാഴ 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 എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഒരു സിനിമ വൈറലാണ് പോലും. അതിൻ്റെ പിന്നിൽ ഒരുപാട് യുവാക്കൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ വാർത്തകൾ കാണുന്നു. ട്രെൻഡ് അതാണെന്നൊക്കെ പറയുന്നു. പക്ഷെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നമ്മളതിനെ എതിർക്കാൻ വരുന്നില്ല. പക്ഷേ ദീനിനെ വഷളാക്കുന്ന രീതിയിലാണെങ്കിൽ അത് നിങ്ങൾ മുർത്തദ്ദായി പോകാൻ, ദീനിന് പുറത്തു പോകാൻ, ദീനിൽ നിന്ന് പുറത്തു പോകാനുള്ള കാരണങ്ങളായിട്ട് മാറുന്നു എന്ന ബോധ്യം നമുക്കുണ്ടാകണം. രക്ഷിതാക്കളോടാണ് ഇനി സംസാരിക്കാനുള്ളത്. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ചിട്ടയായ വഴിയിൽ കൊണ്ടു നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതേ സ്ഥലത്ത് അതേ സ്ഥാനത്ത് ഒരു വാഴ നടുക. ആ വാഴ നല്ലതുപോലെ നിങ്ങൾ എന്താക്കുക, പരിചരിക്കുക. അതിനാവശ്യമായ വെള്ളവും വളവും കൊടുക്കുക. എന്നാൽ നല്ല ടേസ്റ്റുള്ള വാഴപ്പഴം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തിന്നിട്ട് വിഷപ്പടക്കാനും നാവിന് രുചി ഉണ്ടാക്കാനെങ്കിലും സാധിക്കുമല്ലോ. അല്ലാതെ ദീനിനെ പറയിപ്പിക്കുന്ന ഇത്തരം മക്കളങ്ങൾക്ക് വളർത്തിയിട്ട് എന്തെങ്കിലും ദുനിയാവിൽ ആഖിറത്തിലും ഉപകാരം ഉണ്ടാവുമോ? പല പ്രവാസികളുടെയും മക്കൾ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ വളരെ അധപ്പതിച്ചു പോകുന്ന കാരണങ്ങൾ നമ്മൾ കാണുന്നത്. കാരണം അവരെ നിയന്ത്രിക്കാനുള്ള ചരടെന്ന് പറയുന്നത്
ഉമ്മയിൽ സംക്ഷിപ്തമാകുകയാണ്. ഉപ്പ ദുബായിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കാനും പണം അയച്ചു കൊടുക്കാനും അവർ തയ്യാറാണ്. പക്ഷേ മക്കളെ ശുശ്രൂഷിക്കേണ്ട ഉമ്മമാർ ഇതിലേറ്റവും വലിയ തെറ്റുകാരായിട്ട് മക്കളെ വളർത്തുന്നതിൽ വീഴ്ച വരുത്തുന്നതാണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മളെപ്പോഴാണ് മദ്രസകൾ പഠിക്കുന്നത്? ചെറുപ്പ സമയത്ത് നല്ലതും തെറ്റും നല്ലതും എന്താണെന്ന് വേർതിരിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ നല്ല ബുദ്ധിപരമായിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു പ്രായമെത്തുമ്പോൾ നമ്മൾ ഭൗതികതയിലേക്ക് പോയി. അതേസമയത്ത് മദ്രസ കാലം എന്ന് പറയുന്നത് ചെറുപ്പകാലമാണ്. ആ സമയത്ത് പഠിച്ച ചില മനഃപ്പാഠങ്ങൾ അല്ലാത്ത ദീനുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് എന്തുണ്ട്? ഒന്നുമില്ല. നമ്മൾ പഠിക്കേണ്ട പ്രായമാകുമ്പോൾ നമ്മുടെ മക്കളെ പല കാരണങ്ങൾ കൊണ്ട് മദ്രസകളിൽ നിന്ന് മാറ്റി നിർത്തുന്നു. പല കാരണങ്ങളുണ്ടാകാം. അതേ കാരണങ്ങൾ പൊതുവിദ്യാഭ്യാസ വിഷയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കതൊരു പ്രശ്നമില്ല. മദ്രസയിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അത് പ്രശ്നമാകുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് എന്താണ് ദീനെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിൽ ഒന്നാണിത്. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇതിന് കാരണക്കാർ മാതാപിതാക്കളായ നമ്മളല്ലാതെ മറ്റാരാണ്? അവർ ദീൻ പഠിപ്പിക്കുക, എന്താണ് ഇസ്ലാം എന്നവർക്ക് കൃത്യമായി ബോധ്യമുണ്ടാക്കി കൊടുക്കുക. ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വലിയ പരാജിതരാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എൻ്റെ മുസ്ലിം പ്രിയപ്പെട്ടവരെ രക്ഷിതാക്കളോടാണ് സംസാരിക്കാനുള്ളത്. ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ഒരു പച്ചയായി സമൂഹത്തിന് മുമ്പിൽ ദീനിനെ അവഹേളിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളുണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. ഇപ്പോൾ ഗൾഫിൽ നിന്ന് പണമൊക്കെ വരാം, പക്ഷേ അത് നിൽക്കുന്നൊരു സമയം അടുത്ത സമയത്ത് തന്നെ വരാൻ സാധ്യതകൾ കാണുന്നു. അപ്പോഴേ സത്യത്തിൽ എന്താണ് നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹം എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ സമയത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ പൂർണ്ണമായ ബോധ്യം ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ എൻ്റെ ഉസ്താദുമാരോട് നിങ്ങളൊന്ന് ആ ഡ്രസ്സെല്ലാം മാറ്റി പാൻറ്റും ഷർട്ടും ഇട്ട് നിങ്ങൾ നന്നായിട്ട് നിക്കാഹ് ആഘോഷിച്ചുകൊള്ളുക. കല്യാണത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഉസ്താദുമാരുടെ നിക്കാഹുകളും മാറിക്കൊണ്ടിരിക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങളുടെ ആ വെള്ളവസ്ത്രം നിങ്ങൾ മാറ്റിവെക്കണം. ദയവ് ചെയ്ത് നിങ്ങളുടെ ഷെയറുകൾ തലക്കെട്ടുകൾ നിങ്ങൾ മാറ്റിവെക്കണം. എന്നിട്ട് ദീനിനെ പറയിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരു കല്യാണവും ചെയ്യേണ്ട. നല്ല പാൻറ്റും സൂട്ടും ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ ദീനിന് വേണ്ടി നിങ്ങൾ നിക്കാഹ് ചെയ്തോളൂ, നിങ്ങളുടെ ആഭാസങ്ങൾ പ്രവർത്തിച്ചോളൂ, ഒരു വിഷയവുമില്ല. ദീനിനെ നിഷ്കളങ്കമാക്കുന്ന അഥവാ ദീനിനെ വഞ്ചിക്കുന്ന രീതിയിൽ, ദീനിനെ കളിയാക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള ഇത്തരം ആഭാസങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ഒഴിവാക്കി തരണമെന്ന് ഈ അവസരത്തിൽ ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങളൊന്നും ഞാൻ ഉപദേശിക്കാനൊന്നും വരുന്നില്ല, ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങൾ സ്വീകരിക്കുമെന്ന വലിയ പ്രതീക്ഷയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.